ഹലോ, ഞാൻ ഇന്നിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗണിൽ നിന്ന് പറിച്ച ഫ്രൂട്ടുകളാണ് കേട്ടോ. 5 എണ്ണം ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഇത് പറിച്ചത്. ഞങ്ങളുടെ ഫോണിനകത്ത് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് പറിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. 5 എണ്ണം ഉണ്ടായിരുന്നു. 5 എണ്ണമാണ് കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാൻ ഇതിന് പരാഗണം നടത്തി കൊടുത്തത്. അപ്പോൾ 5 എണ്ണവും നമുക്ക് കിട്ടി. ഇന്നലെ ഞങ്ങൾ കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരെണ്ണം മുറിച്ച് കഴിച്ചു. ഇന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി ഇന്നലെ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ഇന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ അത് പറിച്ചുകൊണ്ടിരിക്കുമ്പം പറയേണ്ട കാര്യങ്ങൾ നമുക്കിവിടെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പം ഇത് നമ്മുടെ ഡ്രാഗണയിലുണ്ടായ ആദ്യം ഒറ്റയ്ക്ക് ഒരെണ്ണം ഉണ്ടായി. അത് കഴിഞ്ഞ് 6 പൂക്കൾ ഒന്നിച്ചുണ്ടായി. അതിൽ ഒരെണ്ണം ഞാൻ ഇച്ചിരി താമസിച്ച് ആണ് പരാഗണം നടത്തി കൊടുത്തത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ കറക്റ്റ് സമയത്ത് പരാഗണം നടത്തിയില്ലേ ആ പൂ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഒരു തണ്ടയിൽ 2 എണ്ണം അടുത്തടുത്തുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കേട്ടിട്ടുണ്ട്, അടുത്തടുത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞു പോകുന്നത്. നമുക്ക് പക്ഷേ ഒരു വലിപ്പവും കുറയാതെ തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. ചെറിയ കായായിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും നമുക്ക് ആകെ 5-6 പൂവല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ഞാനത് മുറിച്ച് കളഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ പൂവിനെ അവിടെ വെച്ച് തന്നെ പരാഗണം നടത്തി കൊടുത്തു. 2 നിൽക്കട്ടെ എന്ന് വിചാരിച്ചു, കിട്ടുന്നതാണ് മതി എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗണയിൽ ഉണ്ടായ ഫ്രൂട്ട്സുകളാണ്. 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ ഇന്നലെ കഴിച്ചു. അപ്പോൾ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇത് ഒരു നല്ല എളുപ്പമുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് നട്ടുപിടിപ്പിക്കാനും വലിയ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 10 സെൻറ്റിനകത്തൊരു വീടുള്ളവർക്കാണെങ്കിലും ഒരു 5 സെൻറ്റിനകത്തൊരു വീടുള്ളവർക്കാണെങ്കിലും അവരിപ്പോൾ വാർത്ത വീടുകളായിരിക്കും മിക്കവാറും ഉള്ളത്. അവർക്ക് ഒരു ടെറസിൻ്റെ മണ്ടയിലൊക്കെ ഈസി ആയിട്ട് ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു നല്ല ഇച്ചിരി വലിയൊരു ചെടിച്ചട്ടിക്കകത്ത് ഈ സംഭവം ചെയ്യാവുന്നുള്ളത്. ഞാൻ നാളെ നിങ്ങൾക്കൊരു നല്ല വീഡിയോ ആയിട്ട് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതിനെ നമ്മളിപ്പം നിലത്ത് വെച്ച് ചെയ്തിട്ട് ഒരു സമയം കിട്ടുന്ന സമയത്തെടുത്ത് മണ്ട കൊണ്ടുപോയി വെച്ചാൽ മതി. ഇപ്പം മഴക്കാലമൊക്കെ ആയ കാരണം ഇപ്പം മണ്ടയിലോട്ടൊന്നും കയറാനായിട്ട്, ടെറസിൻ്റെ മണ്ടയിലൊക്കെ കയറാൻ എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ പൊക്കത്തോട്ടൊന്നും കയറണ്ട. അപ്പം നമുക്കത് താഴെ വെച്ച് തന്നെ അതിന് ചെയ്യേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ വേരുകളൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിനെ മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മൾ ഇത് നാളെ എൻ്റെ കൂടെ ഈ ചെടി നടാനായിട്ട് നിങ്ങളെല്ലാവരും തയ്യാറായി വരണം. എല്ലാവരും നമുക്ക് ഈ സമയത്ത് തന്നെ നാളെ ഇതേത് സമയം 5 മണിയാകുന്നു. ഈ 5 മണി സമയത്ത് അല്ലെങ്കിൽ ആ 5:30 സമയത്ത് നമുക്ക് നാളെ എല്ലാവർക്കും ഒരു ഞങ്ങളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ഒന്നിച്ച് നിന്ന് നമ്മളൊരു 1-2 മൂട് ഡ്രാഗൺ വെച്ച് പിടിപ്പിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളിത് ഇഷ്ടംപോലെ കഴിക്കട്ടെ. നമ്മളിത് വാങ്ങിച്ചൊന്നും ഏതായാലും ഇത് ഒത്തിരി ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. 1-2 ഒക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അത് വാങ്ങിച്ചാൽ തന്നെ വാടിയതായിരിക്കും. അപ്പടി അത് നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് നമ്മളിത് നേരിട്ട് പറിച്ചതെടുത്ത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നാളെ നമുക്ക് ഒന്നിച്ച് കാണാം. നമ്മൾ നാളെ നട്ടുപിടിപ്പിക്കുന്നത് ഞാൻ ലൈവിൽ നിങ്ങളെ കാണിച്ചു തരും. നിങ്ങളത് എൻ്റെ കൂടെ നടാനായിട്ട് എവിടെന്നെങ്കിലും ഇപ്പം നഴ്സറികളിലും അല്ലാതെ ഇപ്പം ഇത് ഫ്രൂട്ട് പറിക്കുന്ന സമയമായ കാരണം എല്ലാ സ്ഥലത്തും ഇത് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടുകളൊക്കെ വിൽപ്പനയ്ക്കുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ നാളെ പറ്റാത്തവർക്ക് ഈ മാസം എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കണം. വളരെ നല്ലതായിട്ട് പെട്ടെന്ന് 1 വർഷം കൊണ്ട് നമുക്കിത് ഒരു ഫ്രൂട്ടാകുന്ന ഒരു ചെടി വേറെ ഇല്ല കേട്ടോ. അത്രയ്ക്കും നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇത് മുറിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. മുറിക്കുന്നു. എൻ്റെ കൊച്ചെൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ഇരിക്കുന്നവന്. ഇവിടെ വന്നിരുന്നേ, കൊച്ചിവിടെ വന്നിരുന്നേ. അപ്പോൾ ഞാനിത് മുറിച്ച്, അവനിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധാരണ ഒരു ഫ്രൂട്ടും കഴിക്കത്തില്ലാത്തൊരു കൊച്ചാണ് ഇവന്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ അമ്മ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്ന അത്രയ്ക്കാണ് അവൻ്റെ ഇഷ്ടം. അങ്ങനെയല്ല, ഇതിങ്ങനെ എടുത്തരാം. ഇങ്ങനെ വേണ്ട, ഇത് കൊച്ചു കഴിച്ചോ. നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കർഷകയാകാം, അല്ലെങ്കിൽ കർഷകനാകാം.
അല്ലെങ്കിൽ കർഷക കുഞ്ഞുങ്ങളാകാം. ഓക്കെ, ബൈ.